എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഇതെന്റെ മോന്റെ മുറിയ. അവസാനമായി ഞാൻ അവനെ കണ്ടെത്തി ഇവിടെ വെച്ച. നിങ്ങളെല്ലാരും കൂടി എന്റെ മോനെ. അമ്മ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് അച്ഛൻ പറഞ്ഞു. ഞാൻ എന്തെങ്കിലും എടുക്കട്ടെ? നീ എന്റെ അമ്മ തീറ്റിക്കാൻ വന്നാണോ? എന്തു കൊടുക്കാനാ? വിഷം കൊടുത്ത് കൊല്ലാനാ? ചേച്ചി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എന്താടി നീ MLA ആണെന്ന ധൈര്യമാണെങ്കിലേ അതങ്ങ് കയ്യിൽ വെച്ചിരുന്നാ മതി. എന്റെ അനിയൻ എവിടെയൊന്നും പറയാതെ നീ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നു കരുതണ്ട. നീ എന്ത് വിചാരിച്ചു? അച്ഛനാണെങ്കിൽ നിന്റെ വശം, അമ്മയാണെങ്കിൽ പേടിച്ചിരിക്കുന്നു. നീ എന്ത് ചെയ്താലും ചോദിക്കാനും തടയാനും ആരും ഇല്ലാന്നല്ലേ? അങ്ങനെ കരുതണ്ട. ഞാനുണ്ട്, നന്ദന്റെ ഈ ചേച്ചിയുണ്ട്. വാ തുറന്ന് പറയടി. നിന്നെ രജനി വേണ്ട. അമ്മ തടയണ്ട, തല്ലിക്കോട്ടെ. ഞാൻ തിരിച്ച് തല്ലില്ല എന്നുള്ള ധൈര്യം ഉണ്ടല്ലോ. അതിന്റെ ബലത്തിലല്ലേ ചേച്ചി കാണിച്ചു കൂട്ടുന്നതൊക്കെ. ഓ, നീ തിരിച്ചതല്ലോ. വേറൊരവസ്ഥയിലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും തല്ലുമായിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സ് തളർന്നു പോയി. തല്ലാനല്ല, കൊല്ലാൻ വന്നാലും നിന്ന് തരും. എടി നിന്നെ ഞാൻ രജനി, ഇനി ഒന്നും പറയണ്ട, മതി. ഇനി വരുന്നതൊക്കെ എല്ലാവർക്കും കൂടി അനുഭവിക്കാം. അങ്ങനെ എല്ലാരും കൂടി അനുഭവിക്കണ്ട. അനുഭവിക്കുകയാണെങ്കിൽ ഇവൾ ഒറ്റയ്ക്ക് അനുഭവിച്ചോളാം. എന്ത് വന്നാലും ഞാൻ അനുഭവിച്ചോളാം. എടി രജനി, അമ്മ ആരെ പേടിക്കുന്നെ? അവൾ ആരാ? കുറച്ച് സ്വസ്ഥത താ രജനി. അമ്മ കരയല്ലേ?